നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. 2 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ 10,000 രൂപയ്ക്ക് മാതാവ് വിറ്റതായി പരാതി. വയനാട് പൊഴുതന പഞ്ചായത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം. കഴിഞ്ഞ ഒരാഴ്ചയായി കുഞ്ഞിനെ കാണാനില്ലെന്ന് സൂചന ലഭിച്ചതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് വിറ്റതായി അറിഞ്ഞത്. വിൽപ്പനയ്ക്ക് ഇടനിലക്കാരിയായി പ്രവർത്തിച്ച ആശാവർക്കർ ഉഷ, കുട്ടിയുടെ മാതാവ്, അവരുടെ മാതാവ്, കുഞ്ഞിനെ സ്വീകരിച്ച തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതിമാർ എന്നിവർക്കെതിരെയാണ് വൈത്തിരി പോലീസ് കേസെടുത്തത്. ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷിനെ പരസ്യമായി പിന്തുണച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ BJP-യിൽ മുറുമുറുപ്പ്. സുരേഷ് ഗോപിയുടെ ഇത്തരം നടപടികൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നിയന്ത്രിക്കണമെന്നാണ് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്നത്. മുകേഷിന്റെ രാജിക്കായി BJP സമരം കടുപ്പിക്കുമ്പോഴാണ് സുരേഷ് ഗോപി MP മുകേഷിനെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത്. ഇത് പാർട്ടിയെ കുഴപ്പിച്ചുവെന്നാണ് സംസ്ഥാന നേതാക്കളുടെ വിലയിരുത്തൽ. ലൈംഗിക അതിക്രമ പരാതി നേരിടുന്ന നടനും MLA-യുമായ മുകേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി അധ്യാപികയും ഇടതുപക്ഷ സഹയാത്രികയുമായ ദീപ നിഷാദ്. മുകേഷിനെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ വളരാൻ അനുവദിക്കരുതെന്നാണ് ദീപ നിഷാദ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 17 മൃതദേഹങ്ങളും 56 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് രക്തത്തിലൂടെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിളുമായി യോജിച്ചത്. ഒരാളുടെ തന്നെ 1-ൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. MDMA കടത്തുന്നതിനിടെ യുവതി ഉൾപ്പെടെ 2 പേരെ തിരുവമ്പാടി പോലീസ് പിടികൂടി. കൊടുവള്ളി, വാവാട്, വാരലാട്ട് മുഹമ്മദ്, ഡാനിഷ് പുതുപ്പാടി, കൈതപ്പോയിൽ ആനമ്മറൽ ജിൻഷ എന്നിവരാണ് പിടിയിലായത്. 6.32 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡാനിഷ് 6ഓളം മയക്കുമരുന്നു കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഓണം വിപണിയിലെ വ്യാജന്മാരെ പിടികൂടാനും ഗുണനിലവാരം ഉറപ്പാക്കാനും കർശന പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പ്രത്യേക സ്ക്വാഡുകൾ രൂപവൽക്കരിച്ച് സെപ്റ്റംബർ 2 മുതൽ പരിശോധന ആരംഭിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ A സക്കീർ ഹുസൈൻ അറിയിച്ചു. ഓണം വിപണിയിലെ മുതലെടുപ്പിന് മായം കലർത്താൻ സാധ്യത കൂടുതലുള്ള പാൽ, പാലട, ധാന്യങ്ങൾ, മസാലപ്പൊടികൾ, ശർക്കര, വെളിച്ചെണ്ണ, ഭക്ഷ്യ എണ്ണകൾ, ഉപ്പേരി, പായസം മിക്സ്, പപ്പടം, നെയ്, പഴം, പച്ചക്കറികൾ, അരി എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പരിശോധിക്കും. ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ഓഫീസർ സതീഷ് കുമാറിനെ റെയിൽവേ ബോർഡിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ നിന്നോ ദളിത് വിഭാഗത്തിൽ നിന്നോ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിയമനം ഒരു ചരിത്ര നിമിഷം അടയാളപ്പെടുത്തുന്നു. അവശ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161-ാം ജന്മദിനം സംസ്ഥാനം ഒട്ടാകെ ആഘോഷിച്ചു. കർഷക സമരത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയതിന് പാർട്ടി നേതൃത്വം തന്നെ ശാസിച്ചെന്ന് വ്യക്തമാക്കി BJP MP-യും നടിയുമായ കങ്കണ റണൌത്ത് രംഗത്ത്. ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ പുകഴ്ത്തുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് മാസം 8 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്യുന്ന പുതിയ സമൂഹ മാധ്യമ നയവുമായി ഉത്തർപ്രദേശ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, എക്സ് പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക് തുടങ്ങിയ ഇടങ്ങളിൽ ഫോളോവേഴ്സിനനുസരിച്ച് പണം നൽകുന്ന നയം മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു. പുലിഭീതി വിട്ടൊഴിയാതെ മൂന്നാർ കടലാർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. ഇന്നലെയും മൂന്നാർ കടലാർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പുലിക്ക് മുമ്പിൽ പെട്ടു.
ജോലിക്കായി നടന്നു പോകവെയായിരുന്നു തൊഴിലാളികൾ പുലിയുടെ മുമ്പിൽ പെട്ടത്. സംഭവത്തെ തുടർന്ന് തൊഴിലാളികൾ ഭയന്നോടി രക്ഷപ്പെട്ടു. പ്രദേശത്ത് മുമ്പ് പലതവണ വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തുന്ന ബില്ല് പാസാക്കി ഹിമാചൽ പ്രദേശ് നിയമസഭ. വർഷകാല സമ്മേളനത്തിലാണ് ശൈശവ വിവാഹ നിരോധന ഭേദഗതി ബില്ല് 2024 ശബ്ദ വോട്ടോടെ പാസാക്കിയത്. രാജ്യത്ത് നടപ്പാക്കുന്ന 12 ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പാലക്കാട്ടാകും ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരിക. ഇതിനായി 3806 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ആകെ 28.602 കോടിയുടെ പദ്ധതികൾക്കാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. ദേശീയപാത 6 വരിപ്പാത നിർമ്മാണവും വാഹനങ്ങളുടെ പെരുപ്പവും മൂലം ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് പതിവാകുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന പരിശോധന. രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസമുണ്ടാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തിയത്. രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷനിൽ 4 ഭാഗത്തു നിന്നും വാഹനങ്ങൾ പോകുന്നതിനിടെ തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. കോരപ്പുഴ അഴിമുഖത്തിനടുത്ത് അഴീക്കൽ ഭാഗത്ത് ഭീമൻ തിമിംഗലത്തെ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് മൺതിട്ടയിൽ കുരുങ്ങിയ തിമിംഗലത്തെ മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. തൊഴിലാളികൾ ചേർന്ന് തിമിംഗലത്തെ കടലിലേക്ക് തള്ളിവിട്ടു. പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലൂത്താൻ കടവിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ച വ്യാപാരികളുടെ ഹിയറിംഗിൽ നേതാക്കളെ കയറാൻ അനുവദിക്കാത്തത് കോർപ്പറേഷൻ ഓഫീസിൽ വാക്കേറ്റത്തിനും വ്യാപാരികളുടെ പ്രതിഷേധത്തിനും ഇടയാക്കി. വ്യക്തിപരമായി ഹിയറിംഗിൽ പങ്കെടുക്കാനായിരുന്നു നിർദ്ദേശം. ഒരു കാരണവശാലും ഭാരവാഹികളുടെ ഒരുമിച്ച് കാണാൻ ആയില്ലെന്നും ഓരോ കച്ചവടക്കാരനെയും ഒറ്റയ്ക്ക് മാത്രമേ കാണുകയുള്ളൂവെന്നും ഡെപ്യൂട്ടി മേയർ നിലപാട് കടുപ്പിച്ചതോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മനാഫ് കാപ്പാട്, മണ്ഡലം പ്രസിഡന്റ് സുഷൻ പൊറ്റക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ ചേംബറിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇത് പോലീസ് തടഞ്ഞു. വ്യാപാരികൾ ഇറങ്ങിപ്പോകുകയും പ്രതിഷേധ ജാഥ നടത്തുകയും ചെയ്തു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.